അഫ്ഗാൻ അമേരിക്കൻ നോവലിസ്റ്റായ ഖാലിദ് ഹൊസൈനിയുടെ ആദ്യ കൃതിയാണ് ദ കൈറ്റ് റണ്ണർ. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ബിൽഡംഗ്സ് റോമൻ എന്നീ മേഖലകളിൽ ഉൾപ്പെടുന്ന ഈ കൃതി 2003 പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പുസ്തകം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പുസ്തകം എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് പണ്ഡിറ്റ് റബിൾ ജൂനിയർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ നിലവിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം 22ഓളം പുസ്തകങ്ങൾ ഇപ്പം ഈയിടെയായിട്ട് അയച്ചു തന്ന പുസ്തകത്തിൻ്റെ കൂടെ പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുസ്തകം പുള്ളി അയച്ചു തരുന്ന സമയത്ത് ഇത് വേറൊരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പുസ്തകം. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും കവർ പേജിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കുമെന്ന്. പിന്നീട് ഞാനത് പൊളിച്ച് നോക്കിയപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ വേറെ കവർ പേജിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ ഒരു കവർ ഡിസൈൻ എനിക്ക് വളരെയധികം യോജിച്ചതും ഭംഗിയുള്ളതുമായിട്ട് തോന്നി. പിന്നെ സാധാരണ പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഇതിനകത്ത് ഒരുപാട് എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കൂടുതലും ഈ പല മാധ്യമങ്ങളുടെയും റിവ്യൂസാണ്. പുസ്തകത്തെ സംബന്ധിച്ച് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അഡീഷണലായിട്ട് ഇതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ടൊക്കെ കൊടുത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ബ്ലൂംസ്ബറി പബ്ലിഷിംഗ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് 10th ആനിവേഴ്സറി എഡീഷനാണ് 2023. ഇതിൽ മൊത്തത്തിൽ 343ഓളം പേജുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 343 പേജ് എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, അല്ല വലിപ്പമുള്ളൊരു പുസ്തകമാണ്. പിന്നെ ആമസോണിൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 411 രൂപയാണ് നമുക്ക് വാങ്ങാനായിട്ട്. ഇതിൽ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് 499 രൂപയാണ്. അത് 2013 പ്രൈസാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറമേയുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി പുസ്തകത്തിനുള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങൾ വളരെയധികം നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാം. ഒന്ന് അമീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അമീറാണ് നോവലിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അമീറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളായാലും ബാക്കിയുള്ള കഥാപാത്രങ്ങളായാലും നോവലിനകത്ത് വരുന്നത്. മറ്റൊരു കഥാപാത്രം ഈ അമീറിൻ്റെ പിതാവായിട്ടുള്ള ബാബ എന്ന കഥാപാത്രം. ദെൻ അമീറിൻ്റെ സുഹൃത്തായിട്ടുള്ള ഹസൻ എന്ന് പറയുന്നൊരു കഥാപാത്രം നോവലിനകത്തുണ്ട്. അതുപോലെ സൊഹ്റാബ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. സൊഹ്റാബ് എന്ന് പറയുന്നത് ഈ ഹസൻ എന്ന കഥാപാത്രത്തിൻ്റെ മകനാണ്. ദെൻ അലി എന്ന് പറയുന്നൊരു കഥാപാത്രം. അലി ഈ ഹസൻ എന്ന കഥാപാത്രത്തിൻ്റെ പിതാവാണ്. അതായത് സൊഹ്റാബിൻ്റെ അപ്പുപ്പൻ. ഓക്കെ, ഹസൻ്റെ അച്ഛൻ. പിന്നുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് അസഫ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അസഫാണ് ഈ ഒരു നോവലിനകത്തുള്ള വില്ലൻ കഥാപാത്രം, ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയും. ദെൻ സൊറായ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. അത് ഈ അമീർ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടറിൻ്റെ ഭാര്യയായിട്ട് പിന്നീട് നോവലിൽ നമ്മൾ കാണുന്ന കഥാപാത്രമാണ്. ദെൻ റഹീം ഖാൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. റഹീം ഖാൻ ഈ ബാബ, അതായത് അമീറിൻ്റെ പിതാവായ ബാബയുടെ സുഹൃത്താണ്. ഓൾസോ ഈ അമീറിൻ്റെയും സുഹൃത്താണ് ഇയാൾ. അപ്പോൾ ഇത്രയും പേരാണ് നോവലിനകത്ത് എനിക്ക് പ്രധാനപ്പെട്ട വളരെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവരെ കൂടാതെ വളരെയധികം കഥാപാത്രങ്ങൾ നമുക്ക് വീണ്ടും നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വിശദീകരണം നൽകാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 25 ചാപ്റ്ററുകളിലൂടെയാണ് ഈ ഒരു നോവൽ എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നരേഷൻ കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഒരു കൂടുതലും 99% ഈ അമീറാണ് കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. നോവലിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ, ഫസ്റ്റ് പേഴ്സൺ ആണ് കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. കൂടാതെ ഈ റഹീം ഖാൻ എന്ന കഥാപാത്രം കുറച്ച് ഭാഗങ്ങളിൽ, കുറച്ച് പേജുകളിൽ കഥ പറയുന്നുണ്ട്, നരേഷൻ നടത്തുന്നുണ്ട്, ഹസൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഹസൻ്റെ ചില കത്തുകൾ കാണാം. അമീറിന് ഹസൻ അയക്കാനായിട്ട് എഴുതി വെച്ചിരുന്ന ചില കത്തുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഒരു നരേറ്റീവ് ടെക്നിക്കാണ്. അങ്ങനെ 3 തരത്തിലുള്ള നരേഷൻ ഈ ഒരു നോവലിനകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നോവൽ നടക്കുന്ന പ്രദേശം 99% അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുപോലെ തന്നെ അതുകൂടാതെ പാകിസ്ഥാനിലെ പെഷവാർ എന്ന് പറയുന്ന പ്രദേശം, അമേരിക്കയിലെ കാലിഫോർണിയ ഒക്കെ തന്നെ പ്രധാന പശ്ചാത്തലങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1963 മുതൽ 2001 വരെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ്
കാലഘട്ടത്തിനുള്ളിലുള്ള ഒരു കഥയാണ് ഇതിനകത്ത് അവതരിപ്പിച്ച് കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആൻഡ് ബിൽഡങ്സ് റോമൻ എന്നീ മേഖലകളിൽ ഉൾപ്പെടുന്ന ഒരു കൃതിയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ 963-2001 കാലഘട്ടത്തിനിടയ്ക്ക് എസ്പെഷ്യലി പ്രത്യേകിച്ചും ഈ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സംഗതികൾ, അതിനോടൊപ്പം തന്നെ ഫിക്ഷണലായിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു കഥ തന്തു അതും കൂടെ ചേർത്തുകൊണ്ടാണ് എഴുത്തുകാരൻ ഇവിടെ ഈ നോവൽ അവതരിപ്പിച്ച് കാണുന്നത്. അപ്പോൾ ഈ ബിൽഡങ്സ് റോമൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരാളുടെ വികാസവും ഒരു പ്രായം മുതൽ ഒരു പ്രായം വരെയുള്ള വികാസം, മാനസികവും ശാരീരികവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള വികാസം, അയാൾ കാണുന്ന കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് ബിൽഡങ്സ് റോമൻ എന്ന് പറയുന്ന മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അമീറാണ് ആ പറയുന്ന വ്യക്തി. അപ്പോൾ നോവലിൻ്റെ ആരംഭഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കാബൂളിൽ താമസിക്കുന്ന ഒരു കുടുംബം, അത് വളരെ ധനികമായിട്ടുള്ള ഒരു കുടുംബമാണ്. അവിടെ 4 അംഗങ്ങളാണുള്ളത്. ഒന്ന് ബാബ, 2 അമീർ, ബാബയുടെ മകനാണ് അമീർ, മറ്റൊന്ന് അലി, പിന്നെ ഹസൻ, അലിയുടെ മകനാണ് ഹസൻ. അപ്പോൾ ഇവർ 4 പേരും ഒരു കുടുംബത്തിൽ ഒരു വീട്ടിനുള്ളിൽ ജീവിക്കുന്നു, വളരെ നന്നായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും കാരണവർ അല്ലെങ്കിൽ യജമാനനെ പോലെ ഉള്ള ഒരാളാണ് ഈ ബാബ എന്ന് പറയുന്നത്. അലിയും മറ്റേ അലിയുടെ പുത്രനായിട്ടുള്ള ഹസനും അവരെ ഒരേ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും അവർ പുറത്തു നിന്നുള്ള ഒരു ടീമാണ്. പക്ഷേ അവരവിടെ ഒരു ഇതായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അലിയും ഹസനും ഹസാറ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ഈ ഷിയ മുസ്ലിംസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ഇത് അഫ്ഗാനിസ്ഥാനിലെ മൈനോറിറ്റിയാണ് ഈ പീപ്പിൾ. അതുപോലെ തന്നെ ഈ ബാബ അതുപോലെ തന്നെ അമീർ ഇവർ വന്നിട്ട് പഷ്തൂണോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു വിഭാഗമാണ്. അത് ഈ സുന്നി മുസ്ലിംസാണ്. അത് അഫ്ഗാനിസ്ഥാനിലെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു മതവിഭാഗമാണ്. അപ്പോൾ ഈ ഹസാര എന്ന് പറയുന്ന വിഭാഗത്തെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, ജാതിപരമായിട്ടുള്ള പണ്ടുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ, ഈ കുറഞ്ഞ ജാതി കൂടിയ ജാതി. അപ്പോൾ കുറഞ്ഞ ജാതിയോട് കൂടിയ ജാതിക്കാർ കാണിക്കുന്ന അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്നുള്ളത് നമുക്കറിയാം, വളരെ മോശമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്കിതിനകത്തും കാണാനായിട്ട് സാധിക്കും. ഈ ഹസാര വിഭാഗക്കാരെ ഒരു കുറഞ്ഞ വിഭാഗക്കാർ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു ജാതിയിലുള്ള ആൾക്കാർ, ആ ഒരു രീതിയിലാണ് അവരെ കണ്ടിരുന്നത്. അപ്പോൾ അവരെ അത്തരത്തിലാണ് അവർ അഫ്ഗാനിസ്ഥാനിലെ സമൂഹം ട്രീറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അമീറും ഹസനും വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ ഹസാരയും പഷ്തൂണും ആയിരുന്നെങ്കിൽ പോലും അപ്പോൾ അവർ സുഹൃത്തുക്കളായിരുന്നത് ഇങ്ങനെ ഒരു പട്ടം പറത്താനോ ഇതിനൊക്കെ പോകും, പല ഗെയിംസ് കാര്യങ്ങളിലൊക്കെ പങ്കുകൊണ്ടിരുന്നു. അങ്ങനെ ചില സംഗതികൾ അരങ്ങേറുന്നത് മൂലം അവർക്ക് പിന്നീട് അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നു. അവരുടെ താമസം അമേരിക്കയിലേക്ക് മാറ്റേണ്ടി വരുന്നു, ഹസനും അമീറിനും ബാബയ്ക്കും. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ഹസനും ഈ പറയുന്ന അലിയും ഈ വീട് വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ചില സംഭവങ്ങൾ അരങ്ങേറിയതിന് ശേഷമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ ഹസനും അതുപോലെ തന്നെ അലിക്കും എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ പിന്നെ എന്തെല്ലാം അരങ്ങേറുന്നു എന്ന് പറയുന്നത് റഹീം ഖാനാണ്. അതുപോലെ തന്നെ നമ്മളെ സെൻട്രൽ നരേറ്റർ എന്ന് പറയുന്നത് ഒരാളാണ്, അമീറാണ്. അപ്പോൾ അമീർ കാലിഫോർണിയയിലേക്ക് പോയതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവൻ്റെയും അവൻ്റെ ബാബയുടെ ജീവിതത്തിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവൻ കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങൾ, പിന്നെ ഉണ്ടാകുന്ന അവൻ്റെ വികാസങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശേഷം ഒരു ഘട്ടത്തിൽ അവന് ഇവിടെ നമ്മുടെ അവൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നു. അവിടെ വന്നതിന് ശേഷം ഈ ഹസൻ എന്താണ് സംഭവിച്ചത് എന്നവൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഹസൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പിന്നെയാണ് സൊഹ്റാബ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് നമ്മൾ വരുന്നത്. സൊഹ്റാബ് എന്ന് പറയുന്നത് ഹസൻ്റെ മകനാണ്. അപ്പോൾ ഈ ഹസൻ്റെ മകനായിട്ടുള്ള സൊഹ്റാബ് ഇന്ന് വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പിടിയിലാണ്. അപ്പോൾ അവിടെ നിന്നും അവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നോവലിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ അമീർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വികാസം ബിൽഡങ്സ് റോമൻ എന്ന് പറയുന്ന മേഖല സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സംഗതികൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഗതികൾ, അവയെ സൂചിപ്പിച്ചുകൊണ്ട് ഈ താലിബാൻ പോലുള്ള സംഘടനകളുടെ അക്രമങ്ങളും മറ്റും സൂചിപ്പിച്ചുകൊണ്ട് ഒരു
വലിയ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ ഇതിലൂടെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ താലിബാൻ്റെ ക്രൂരതകളെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ. ഇതിനകത്ത് അസഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞു. അസഫ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, വില്ലൻ കഥാപാത്രമാണ്. അപ്പോൾ അസഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ താലിബാൻ എന്ന് പറയുന്ന ക്രൂര സംഘടനയെ എഴുത്തുകാരൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അക്രമങ്ങൾ നേരത്തെ കാബൂൾ അങ്ങനെയായിരുന്നു. അതായത് അമീർ കാബൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആയിരുന്ന കാബൂളും അതുപോലെ തന്നെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയയിൽ നിന്നും കാബൂളിലേക്ക് വരുമ്പോൾ അപ്പോൾ അവൻ കാണുന്ന കാബൂളും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വിഭാഗീയത ആണ്. അതുപോലെ മതപരമായിട്ടുള്ള വിഭാഗീയതയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ ടെററിസം, താലിബാൻ്റെ ആ ഒരു ആക്രമണങ്ങളും അധിനിവേശവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൗഹൃദമാണ്. ഈ പാഷ്തൂൺ അതുപോലെ തന്നെ ഹസാര എന്നുള്ള രണ്ട് വിഭാഗക്കാരായിരുന്നിട്ട് പോലും സമൂഹത്തിൽ ഹസാര വിഭാഗക്കാരെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിരുന്ന ആ ഒരു സമയമായിരുന്നിട്ട് പോലും അമീറിനും ഹസനും ഇടയിലുണ്ടായിരുന്ന ആ ഒരു സൗഹൃദം, അത് ഈ നോവലിനകത്തൊരു നെടുന്തൂണായിട്ടുള്ള വിഷയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൗഹൃദം എന്ന് പറയുന്ന സംഗതിക്ക് വളരെ പ്രാധാന്യം ഈ ഒരു നോവലിനകത്ത് നമുക്ക് കണ്ടെത്താം. അത് പ്രത്യേകിച്ചും ഈ അമീർ അതുപോലെ തന്നെ ഹസൻ എന്ന കഥാപാത്രം, അതുപോലെ തന്നെ റഹീം ഖാൻ ബാബ, ഈ രണ്ട് കഥാപാത്രങ്ങൾ, ഇവർക്കിടയിലേക്ക് തന്നെയുള്ള സൗഹൃദം ഈ ഒരു നോവലിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വഞ്ചനയും വീണ്ടെടുപ്പും എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് പറയാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ നമ്മുടെ അതുപോലെ തന്നെ അലിയുടെ മകനായിട്ടുള്ള ഹസനും ആ വീട് വിട്ടു പോകുന്നത് ഒരു വഞ്ചനയുടെ പുറത്താണ്. അതുപോലെ തന്നെ നോവലിലെ പല ഘട്ടങ്ങളിലും നമുക്ക് ഈ വഞ്ചനയുടെ പരിസ്ഫുരണം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീണ്ടെടുപ്പ്, പ്രായശ്ചിത്തം, നമ്മുടെ ഒരു തിരിച്ച് നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ആ ഒരു പ്രായശ്ചിത്തവും അതുപോലെ വീണ്ടെടുപ്പും നമുക്ക് നോവലിനകത്ത് മറ്റുള്ള ഘട്ടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഹസനോട് ചെയ്ത ആ ഒരു മോശമായിട്ടുള്ള ഇടപാട് അല്ലെങ്കിൽ പ്രവൃത്തി, അതിന് പകരമായിട്ട് ഹസൻ്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമീറിൻ്റെ പോരാട്ടം ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അച്ഛൻ മകൻ ബന്ധം, ആ ബന്ധത്തിനുള്ളിൽ ഉള്ള റിസ്ക്കുകളും മറ്റുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അമീർ അതുപോലെ തന്നെ ബാബ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ആ രണ്ട് കഥാപാത്രങ്ങളിലൂടെയും അച്ഛനും മകനും ഇടയിലുള്ള ബന്ധവും ആ ബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ വളരെ ഡീപ്പായിട്ട് എഴുത്തുകാരൻ സൂചിപ്പിച്ച് കാണുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അക്രമവും ബലാത്സംഗവും എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഈ ഒരു നോവലിനകത്ത് നമുക്ക് റേപ്പ് എന്ന് പറയുന്നൊരു സംഗതി അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് പറയുന്നൊരു സംഗതി കാണാനായിട്ട് സാധിക്കും. അത് എപ്രകാരമുള്ളതാണ് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അക്രമം എന്ന് പറയുന്നൊരു സംഗതി, അക്രമം എന്ന് പറയുന്നത് ഈ താലിബാൻ്റെ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. താലിബാൻ എന്ന് പറയുന്നത് തന്നെ അക്രമമാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓർമ്മയും ഭൂതകാലവും എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ കഥാപാത്രം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ കഥാപാത്രത്തിൻ്റെ മാനസികമായിട്ടുള്ള സംഗതികളും കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ് ബിൽഡങ് സ്ട്രോമൻ എന്ന് പറയുന്ന കാറ്റഗറി ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ അവിടെ തന്നെ ഓർമ്മയും ഭൂതകാലവും എന്ന് പറയുന്നൊരു സംഗതി കടന്നു വരും. അപ്പോൾ അമീറിൻ്റെ ഓർമ്മകൾ, ഇന്ന് അവനെ ആയിരിക്കുമ്പോൾ അവൻ്റെ പഴയ കാലത്തുള്ള ചെറുപ്പകാലത്തുള്ള ഓർമ്മകളും മറ്റും സൂചിപ്പിക്കുന്നുണ്ട്. അവൻ കാണുന്ന സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ ഭൂതകാലത്തിലെ പല മറക്കാൻ കഴിയാത്ത സംഗതികളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയവും സമൂഹവും, അവിടെ അഫ്ഗാനിസ്ഥാനാണ് ഉദ്ദേശിക്കുന്നത്. 1963 മുതൽ 2001 വരെയുള്ള അഫ്ഗാനിസ്ഥാൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അവസ്ഥ, സാമൂഹ്യപരമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ ഇടിഞ്ഞിറങ്ങലുകൾ ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ റിലീജിയൻ അഥവാ മതം എന്ന് പറയുന്ന സംഗതി, അതുപോലെ മതത്തോടൊപ്പം തന്നെ വിഭാഗങ്ങൾ, മതത്തിനുള്ളിലെ വിഭാഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രധാന വിഷയമായിട്ട് വംശീയ വിദ്വേഷം വരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ഹസാറ അതുപോലെ തന്നെ പാഷ്തൂൺ എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ആ ഒരു വംശീയ വിദ്വേഷവും വെറുപ്പും നോവലിനകത്ത് പ്രധാന വിഷയമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വലക്ഷ്യങ്ങളുടെ പ്രാധാന്യം, സ്വന്തം ലക്ഷ്യങ്ങളുടെ പ്രാധാന്യവും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഈ സൊറായ എന്ന് പറയുന്ന ക്യാരക്ടർ, സൊറായ അമീറിൻ്റെ വൈഫാണ്.
അപ്പോൾ സൊറായ ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സൊറായയുടെ പിതാവുണ്ട്. സൊറായയുടെ പിതാവിൻ്റെ പേര് എന്തോ ഒരു പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. സൊറായയുടെ പിതാവിന് സൊറായ ടീച്ചറാവുന്നത് അല്ല ഇഷ്ടം. പക്ഷേ സൊറായയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ടീച്ചറാവാനാണ് ഇഷ്ടം. അപ്പോൾ അവൾക്ക് അത്തരത്തിലുള്ള വെല്ലുവിളികളും ഈ തടസ്സങ്ങളും വരുന്നു എങ്കിലും അവളുടെ ലക്ഷ്യങ്ങളെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടീച്ചറാവുക എന്നുള്ളൊരു ലക്ഷ്യത്തെ കോൺസെൻട്രേറ്റ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ സ്വന്തം ലക്ഷ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണലായിട്ടുള്ള എലമെൻറ്റ് നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ ഈ നോവൽ എനിക്ക് വായിച്ചപ്പോൾ വളരെയധികം സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു നോവലാണ്. ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുകൊണ്ട്, ഒരുപാട് ഒരു കഥാതന്തു കൊണ്ടുവന്നുകൊണ്ട് 1963 2001 ഇടയിലുള്ള അഫ്ഗാനിസ്ഥാനിലെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവച്ച് ഫിക്ഷണലായിട്ടുള്ള സംഗതികളെ അവിടെ കൊണ്ടുവച്ച് ഒരു നല്ലൊരു അനുഭവം വായനക്കാരന് സമ്മാനിക്കുന്ന രീതിയിൽ വൈകാരികമായിട്ടുള്ള സംഗതികൾ ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ദ കൈറ്റ് റണ്ണർ എന്നുള്ള നോവൽ. അപ്പോൾ ഇതിൻ്റെ അവതരണം എനിക്ക് മികവുറ്റതായിട്ടാണ് തോന്നിയത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇമോഷണലായിട്ടുള്ള സംഗതികൾ, അത് വൈകാരികമായിട്ട് നമ്മളെ അടിമപ്പെടുത്തുക എന്ന് പറയുന്നൊരു സംഗതി നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും. ചില സീനുകളിൽ നമ്മൾ വളരെയധികം ഇമോഷണലായി പോകുന്നു. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ചു പോയപ്പോൾ പല സീനുകളിലും പല ഡയലോഗുകളിലും ഇത് വളരെയധികം ഇമോഷണൽ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എഴുത്തുകാരൻ്റെ കഴിവാണ്. വായനക്കാരനെ പ്രസ്തുത ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സൂചിപ്പിക്കുന്ന ഉദ്ദേശിക്കുന്ന ആ വികാരം കൃത്യമായിട്ടുള്ള അളവിൽ നൽകുക എന്ന് പറയുന്നത് അവതരണത്തിൻ്റെ ഒരു മികവാണ്. പിന്നെയുള്ളൊരു കാര്യം, നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക്, അതുപോലെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക്, നമ്മളെ കാബൂളിലേക്ക് എഴുത്തുകാരൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾക്കിടയിലേക്കും അവരുടെ ജീവിതത്തിലേക്കും എഴുത്തുകാരൻ നമ്മളെ ഈ പുസ്തകത്തിലൂടെ വരികളിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവതരണം മൊത്തത്തിൽ മികച്ച അവതരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഖാലിദ് ഹുസൈനിയുടെ ആദ്യ കൃതിയായ ഈ ദ കൈറ്റ് റണ്ണർ എന്ന് പറയുന്ന ഈ ഒരു കൃതി മൊത്തത്തിൽ എനിക്ക് വായിച്ചപ്പോൾ വളരെയധികം സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നവർ ഈ ഒരു കൃതി തീർച്ചയായിട്ടും വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. പുസ്തകം എനിക്ക് അയച്ചു തന്ന നമ്മുടെ പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ എന്ന് പറയുന്ന സുഹൃത്തിന് പ്രത്യേകം നന്ദി ഞാൻ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.